ഹായ് ഗായ്സ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. മേ ബി ഒന്നോ രണ്ടോ ആൾക്കാർ എൻ്റെ തംബ്നെയിൽ കണ്ടിട്ടായിരിക്കും ഇപ്പോൾ ഈ വീഡിയോ കാണാൻ വരുന്നേ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ഏതാ എന്നുള്ളത്. നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം വർക്കൊക്കെ കഴിഞ്ഞ് വന്നാൽ ഞാനിങ്ങനെ ഇരുന്ന് റെഫർ ചെയ്യും, ഇന്ന് ഏത് ടോപ്പിക്കാണ് സംസാരിക്കുക, എന്താണ് ഇന്നത്തെ ഒരു വിഷയം. അപ്പോൾ ഞാൻ ഇന്ന് നോക്കിയ സമയത്ത് യൂട്യൂബിൽ മെയിനായിട്ടുള്ള കുറേ വിഷയങ്ങൾ കണ്ടു. ഒന്ന് ഓഫ് കോഴ്സ് രേണു സുധി. രണ്ടാമത് ഞാൻ കണ്ടൊരു സാധനം എന്താണെന്ന് വെച്ചാൽ RJ ബിൻസിൻ്റെ ന്യായീകരണം. പിന്നെ ദയാ സുജിത്തിൻ്റെ ഒരു വീഡിയോ പോകുന്നുണ്ട്. ജയറാമിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. തൊപ്പിച്ചേട്ടൻ്റെ കുറച്ച് വീഡിയോകൾ കണ്ടു. പിന്നെ എന്താ ഇങ്ങനെ കുറേ ഷഫീനേൻ്റെ കുറേ വീഡിയോ ഇങ്ങനെ എന്തൊക്കെയോ കണ്ടു. എനിക്ക് ഒരു വീഡിയോയും അങ്ങനെ എടുത്ത് സംസാരിക്കാൻ എനിക്ക് പേഴ്സണലി തോന്നിയില്ല. എന്നാൽ ഞാൻ സംസാരിച്ചാൽ നന്നാവുമെന്ന് തോന്നുന്ന റെലവൻ്റ് ആയിട്ടുള്ള ഒരു സാധനവും കണ്ടില്ല. അപ്പം ഞാൻ കരുതി വീഡിയോ എടുക്കേണ്ട, സ്കിപ്പ് ചെയ്ത് വിടാമെന്ന്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ കൂടെ എനിക്ക് കുറേ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കോമൺ ആയിട്ടുള്ള വീഡിയോ, ഞാൻ ആരെയും കുത്തി പറയുന്നില്ല, എന്നാൽ സമൂഹത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഇത് കണ്ട് മനസ്സിലാക്കി എൻ്റെ ചോദ്യത്തിനുള്ള മറുപടികൾ നിങ്ങൾ പറ്റുന്നവർ വീഡിയോൻ്റെ താഴെ കമൻ്റ് ഇടുക എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. എൻ്റെ ആദ്യത്തെ ഒരു ചോദ്യം, നിങ്ങളുടെ എല്ലാവരുടെയും വിചാരം ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് ജോലിയില്ല എന്നാണോ? നമ്മൾ വെറുതെ ഇരുന്ന് ആൾക്കാരുടെ പരദൂഷണം പറഞ്ഞ് നടക്കുക എന്നുള്ളതാണോ? കാരണം ഞാൻ മിക്ക വീഡിയോയിലും കാണുന്ന ഒരു സാധനമാണ്, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എല്ലാവരുടെയും പരദൂഷണം പറഞ്ഞ് നടക്കുന്നേ എന്നുള്ളൊരു സാധനം. എടാ, യൂട്യൂബ് ഒരു പ്ലാറ്റ്ഫോമാണ്. അത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരു വിഷയത്തെ പറ്റി ഇരുന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. നമ്മൾ സംസാരിച്ച രീതി ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നതും നമ്മളുടെ കൂടെ നിൽക്കുന്നതും. അപ്പോൾ സംസാരിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. പിന്നെ എന്താണ് യൂട്യൂബിൽ ചെയ്യാൻ പറ്റുന്നത്? ഒരു സാധനമാണ് കുക്കിംഗ് അറിയാത്ത ഒരാൾക്ക് കുക്കിംഗ് ചെയ്യാൻ പറ്റുമോ? ഐ എം നോട്ട് എ ഗുഡ് കുക്ക്. എന്നാൽ ചെയ്യുന്നുണ്ടോ? വേണമെന്ന് വെച്ചാൽ ചെയ്യും. രണ്ടാമത്തത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് അറിയാത്ത ആൾക്ക് ചെയ്യാൻ പറ്റുമോ? മേക്കപ്പ്, ബ്യൂട്ടി വ്ളോഗ്സ് അറിയില്ല. ഫാമിലി വ്ളോഗ് താല്പര്യമില്ല. പക്ഷെ നമുക്കൊരു വിഷയത്തിൽ നമുക്ക് നമ്മുടെ അഭിപ്രായം, കാര്യങ്ങൾ സംസാരിക്കാം. നമുക്ക് നന്നായിട്ട് പറയാൻ പറ്റും. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് കുറച്ച് ആൾക്കെങ്കിലും ഒരു ഗുണം ഉണ്ടാവും എന്ന് തോന്നുന്ന വിഷയങ്ങൾ എടുത്തു വെച്ച് നമ്മൾ സംസാരിക്കുന്നത് ഒരു തെറ്റായ കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എല്ലാവരും ഫാമിലി വ്ളോഗും എല്ലാവരും ബ്യൂട്ടി തിങ്ങും എല്ലാവരും കോണ്ടന്റ് ക്രിയേറ്ററും ആയി നിന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇതാണ്, നമുക്ക് ആർക്കും വേറെ പണിയില്ലാത്തവരല്ല. ഞാനൊക്കെ പണി ചെയ്യാൻ തുടങ്ങിയിട്ട് 4-5 കൊല്ലം. അതിൻ്റെ കൂടെ ഞാൻ സൈഡായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്ന നിലയിൽ കൊണ്ടുപോകുന്നതാണ് യൂട്യൂബ്. അതിൽ എനിക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സാധനത ഈ ഫാമിലി വ്ളോഗോ കോണ്ടന്റ് ക്രിയേറ്റിങ്ങോ എനിക്ക് പേഴ്സണലി നടക്കില്ല. ഞാൻ രാവിലെ പോയി രാത്രി വരുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് ഈ പരിപാടികളൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതാവുമ്പോൾ എനിക്കൊരു വിഷയം, എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ സ്പേസ് അല്ല എൻ്റെ ബെഡ്റൂം, ട്രൈപ്പോയിഡ്, എനിക്ക് വളരെ എളുപ്പത്തിൽ ഇത് ചെയ്യാൻ പറ്റും. എൻ്റെ അത് ചെയ്യാൻ എനിക്കിഷ്ടമാണ്, എനിക്കത് ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് തോന്നുന്നതുകൊണ്ടാണ്. അപ്പോൾ ഒന്ന് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊന്നും ഒരു പണിയും ഇല്ലാണ്ട് ചൊറിയും കുത്തിയിരുന്നിട്ട് ആരുടെയെങ്കിലും എന്തെങ്കിലും കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുക എന്നൊരു തോട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നിങ്ങൾ ഫസ്റ്റ് അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആൻഡ് രണ്ടാമത്തെ ഒരു കാര്യം, കുറ്റം പറഞ്ഞല്ലേ നിങ്ങൾക്ക് പൈസ കിട്ടുന്നത്. കുറ്റം പറഞ്ഞാൽ പൈസ കിട്ടില്ലടാ. നമ്മളത് വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം, തംബ്നെയിൽ ഉണ്ടാക്കണം, ടൈറ്റിൽ എഴുതണം, ഡിസ്ക്രിപ്ഷൻ എഴുതണം, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എഴുതി അപ്ലോഡ് ചെയ്തിടണം. എന്നിട്ട് നമ്മൾ വീഡിയോ 4 ആൾ കാണണം, അവർക്ക് ഇഷ്ടപ്പെടണം, അവർ സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടണം. കൂടി 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവറും എത്തണം. അത് അത്രയും നിങ്ങളിരുന്ന് കാണണം, അല്ലാണ്ട് ഞങ്ങൾക്ക് ആരെക്കൊണ്ടും കാണിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ നമുക്കൊരു അക്സെപ്റ്റൻസ് കിട്ടി, നമ്മൾ സംസാരിച്ച ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കമൻ്റ് ഇട്ട് ലൈക്ക് ഇട്ടൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ വീഡിയോ 4 ആളുടെ അടുത്തോട്ട് എത്തുക. അങ്ങനെ എത്തിയാൽ മാത്രമേ നമുക്ക് യൂട്യൂബിൽ നിന്ന് ഇൻകം ഏൺ ചെയ്യാൻ പറ്റൂ. അപ്പം യൂട്യൂബിൽ നിന്ന് ഇൻകം ഏൺ ചെയ്യുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമായിട്ട് നിങ്ങൾ ആരും കരുതണ്ട. നമ്മൾ സബ്ജക്റ്റിൽ ക്വാളിഫൈഡ് ആണെങ്കിൽ നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ നമുക്ക് എല്ലാ മാസവും സാലറി കിട്ടും. യൂട്യൂബ് അതല്ല. ഓരോ മാസവും എത്ര വീഡിയോ, എത്ര റീച്ച്, അങ്ങനെ പലതും കൺസിഡർ ചെയ്തിട്ടാണ് പൈസ കിട്ടുക. അതുകൊണ്ട് തന്നെ വളരെ ഈസിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് യൂട്യൂബ്. ക്യാമറ വെച്ച് 4 ചീത്ത പറഞ്ഞാൽ പോരെ എന്ന് കരുതുന്ന ആൾക്കാരോട് അല്ല.
അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു കാര്യമാണ്. എല്ലാവരുടെയും മനസ്സിൽ വരുന്നൊരു രണ്ടാമത്തെ ഒരു കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം, നിങ്ങൾക്ക് അഭിപ്രായം പറയുമെങ്കിൽ ഞങ്ങൾക്കും പറ്റൂ. എടാ, നിങ്ങൾക്ക് അഭിപ്രായം പറയാം, പക്ഷെ ഞങ്ങൾ അഭിപ്രായം പറയുന്നത് ഓപ്പോസിറ്റുള്ള വ്യക്തിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ്, ഞങ്ങളെന്ന് പറയുന്നില്ല ഞാൻ. അപ്പോൾ ആ റെസ്പെക്റ്റ് ഞാൻ നിങ്ങളുടെ സൈഡിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് തെറ്റാണ്. ഞാൻ ഒരു വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്തു. എനിക്ക് റീസെൻ്റ്ലി പറയാമെന്ന് ഷെഫീന ദയാസുജിത്ത്. എൻ്റെ വീഡിയോൻ്റെ താഴെ 2 സെറ്റ് ഓഫ് കമൻ്റ് ഉണ്ട്. ഒന്ന് ദയാസുജിത്തിനെ ഫേവർ ചെയ്തിട്ട്, ഒന്ന് ഷെഫീനനെ. ഈ 2 സെറ്റ് ഓഫ് കമൻറ്റും ഞാൻ ഹാർട്ട് അടിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ അഭിപ്രായം പറയുന്നവർക്ക് മാത്രം ഹാർട്ട് തരാം, എൻ്റെ അഭിപ്രായത്തിന് ഓപ്പോസിറ്റ് പറയുന്നവർക്ക് അതില്ല എന്നൊരു സാധനമല്ല. നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ അതൊരു റെസ്പെക്റ്റിലായിരിക്കണം. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഓപ്പോസിറ്റുള്ള വ്യക്തിനെ വളരെ മോശമാക്കുന്ന രീതിയിൽ അഭിപ്രായം പറയുന്നത് ഒരു റൈറ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ അതെങ്ങനെ പറയുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് സോഷ്യലി റെലവൻ്റ് ആയ ടോപ്പിക്ക് സംസാരിച്ചുകൂടെ. സോഷ്യലി റെലവൻ്റ് ആയ ടോപ്പിക്ക് നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ തന്നെ സ്ക്രീൻ ഒന്ന് മിനിമൈസ് ചെയ്തിട്ട് എൻ്റെ ചാനലൊന്ന് എടുത്ത് നോക്ക്. ഞാൻ ഇതിൽ ഒരുപാട് ടോപ്പിക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന ഈ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള പല ടോപ്പിക്കുകളും ചെയ്തിട്ടുണ്ട്. എത്ര പേരാണ് ഈ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് ഇരുന്ന് കാണുന്നത്? നിങ്ങൾ തന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് പറയാം. എല്ലാവരും കാണുന്നത് എന്തൊക്കെയാണോ പ്രസൻ്റ് ട്രെൻഡിങ് ആയി സോഷ്യൽ മീഡിയയിൽ പോകുന്നത്, ആ സാധനങ്ങൾ മാത്രം. അതല്ലാത്ത ഒരു കോണ്ടൻറ്റും ഞാൻ എടുക്കുന്നതോ പറയുന്നതോ കാണാനോ ആഗ്രഹിക്കുന്ന ഒരാളെയും ഞാൻ പേഴ്സണലി കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ സോഷ്യലി റെലവൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ജസ്റ്റ് ചാനൽ എടുത്തൊന്ന് അനലൈസ് ചെയ്യുക, എന്താണ് ഈ സോഷ്യലി റെലവൻറ്റ് ടോപ്പിക്. ആൻഡ് അങ്ങനത്തെ ഒരു സോഷ്യലി റെലവൻറ്റ് ടോപ്പിക് യൂട്യൂബേഴ്സ് ഇടുന്ന സമയത്ത് അവർക്ക് ആ വേണ്ട രീതിയിലുള്ള റീച്ച് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. അതും കൂടി ഈ സോഷ്യലി റെലവൻറ്റ് ടോപ്പിക്കിനുള്ള ഒരു മറുപടി. ഇനി മൂന്നാമത്തെ ഒരു കാര്യമാണ്, നിങ്ങൾ കുറേ ഫേവർ ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇല്ലടോ. ഇനി വേറെ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന കാര്യം എനിക്കറിയില്ല. ഞാൻ പേഴ്സണലി അങ്ങനെ ചെയ്യുന്നില്ല. എൻ്റെ വീഡിയോ വളരെ ക്ലിയറായി കാണുന്ന ആൾക്കാർക്കറിയാം, ഞാൻ നല്ലത് കണ്ടാൽ നല്ലതെന്നും മോശം കണ്ടാൽ മോശമെന്നും പറയുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ എൻ്റെ റെസ്പെക്റ്റിൽ നിന്നുകൊണ്ട് മാത്രമേ സംസാരിക്കൂ. എനിക്ക് ഇന്നേ വരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയും മെസ്സേജ് അയച്ചിട്ടില്ല, ഒരു യൂട്യൂബേഴ്സും എനിക്ക് മെസ്സേജ് അയച്ചിട്ടില്ല. അത് ഇത് ചെയ്യ്, ഇവരെ പറ, അങ്ങനെ ഒരു സാധനമൊന്നുമില്ല. നമ്മൾ കണ്ണിൽ കാണുമ്പോൾ നമുക്ക് എന്താണോ നമ്മുടെ അഭിപ്രായം ആ വിഷയത്തെ കുറിച്ചിട്ട് അത് മാത്രമേ പറയുന്നുള്ളൂ. ചില ആൾക്കാരുടെ വിചാരം യൂട്യൂബേഴ്സ് എന്തോ ഒരു കൊട്ടേഷൻ എടുത്തേക്കാണ്, നമ്മൾ ഗ്യാങ്ങായി ഗ്രൂപ്പായി. അല്ല, നമ്മൾ റെഫറിങ് ആണ്. അപ്പം എനിക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് കോണ്ടൻറ്റ് കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം എനിക്ക് ഓഫീസിൽ പോയാൽ 100 ഇരട്ടി പണിയാണ്. രാവിലെ തൊട്ട് വൈകുന്നേരത്തിനുള്ളിൽ 2 കൗൺസിലിങ്ങും 3 സെഷൻസും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇതിനിടയിൽ എവിടെയും എനിക്ക് സമയം, ഈവൻ ഇപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് പ്രോപ്പറായി ഫുഡ് കഴിക്കാൻ പോലും എന്നെ കൊണ്ട് പറ്റുന്നില്ല. അപ്പം ഇതിനിടെ കോണ്ടൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഡെഫിനറ്റ്ലി വന്നിട്ട് ബാക്കി യൂട്യൂബേഴ്സിനെ ഞാൻ റെഫർ ചെയ്യുക. എന്താണോ ഇപ്പോഴത്തെ റീസെൻറ്റ് ട്രെൻഡിങ് ടോപ്പിക്, അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട യൂട്യൂബറിൻ്റെ ചാനലോ അല്ലെങ്കിൽ ആ ടോപ്പിക്കിൽ റീച്ചുള്ള ഒരു കണ്ടൻറ്റോ ക്യാച്ചി ആയിട്ടുള്ള ഒരു ഇതോ നോക്കുന്നു, നമ്മൾ ഓപ്പൺ ചെയ്യുന്നു, വീഡിയോ കാണുന്നു, റെഫർ ചെയ്യുന്നു, പിന്നെ കുറച്ച് വീഡിയോസ് കാണുന്നു, നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ അത് എല്ലാവരും അങ്ങനെ തന്നെയാണ് പോവുക, ട്രെൻഡിനനുസരിച്ച് നിൽക്കുക എന്നാണ്. അല്ലാണ്ട് നമ്മൾ ആരുടെയെങ്കിലും ഒരു കൊട്ടേഷൻ ഏറ്റെടുത്തിട്ട് മുഴുവനായിട്ട് ചെയ്യുക എന്നുള്ളതല്ല. പിന്നെ കുറേ വീഡിയോൻ്റെ താഴെ വരുന്ന കമൻസാണ്, നിങ്ങൾ കമൻറ്റ് ഡിലീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കമൻറ്റ് കളയുന്നു, ഫേവർ കമൻറ്റ് വെക്കുന്നില്ല. ഞാൻ ഇന്നേ വരെ പരിപാടി ചെയ്തിട്ടില്ല. എന്നെ വളരെ അബ്യൂസീവായ രീതിയിൽ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ആ കമൻറ്റ് റിമൂവ് ചെയ്യുന്നുണ്ട്. വളരെ മോശപ്പെട്ട രീതിയിൽ ഞാൻ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ചില ആൾക്കാർ അങ്ങനെയൊക്കെ പറയും, ഞാൻ കമൻറ്റ് ഡിലീറ്റ് ചെയ്യാണ്ട് നിങ്ങൾ എൻ്റെ കമൻറ്റ് ഡിലീറ്റ് ചെയ്തു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ചില ആൾക്കാരുണ്ട്, നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടല്ലേ നിങ്ങൾ ചെയ്യുന്നത്, അതിൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ചെയ്യുന്നതോ ഞാൻ പറയുന്നതോ ആയിട്ട് ഒരു ബന്ധമില്ലാത്ത തരത്തിലുള്ള കമൻസോ കാര്യങ്ങളോ എന്തെങ്കിലും എൻ്റെ വീഡിയോയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ റിമൂവ് ചെയ്യും. ഞാൻ പറഞ്ഞ ഒപ്പീനിയൻ അഗെയിൻസ്റ്റ് നിങ്ങൾ സംസാരിച്ചോളൂ, എനിക്കൊരു കുഴപ്പമില്ല. പിന്നത്തെ ഒരു സാധനമാണ്, ചില വീഡിയോ നിങ്ങൾ മുക്കി, ചില വീഡിയോ നിങ്ങൾ മുക്കുന്നില്ല. ഇല്ലടോ, നമ്മളൊരു വീഡിയോ ഇടുന്ന സമയത്ത് നമ്മളുടെ വീഡിയോയ്ക്ക് ആ പെർട്ടിക്കുലർ വ്യക്തിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക്, വീഡിയോ റിമൂവൽ, പ്രൈവസി വയലേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാറ്റഗറി ഓഫ് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കണം എന്നില്ല, യൂട്യൂബ് തന്നെ നമ്മുടെ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യും. അവിടെ നമ്മളൊരിക്കലും നമ്മുടെ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് കൊണ്ടല്ല, അത് യൂട്യൂബിൻ്റെ ഒരു കളിയാണ്. നമുക്കതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല, നമ്മളെ കൊണ്ട് സാധിക്കുകയുമില്ല. അത് നിങ്ങൾ യൂട്യൂബുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ്.
അല്ലാണ്ട് നമുക്കിത് മുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പ്രൈവസി വയലേഷനോ അല്ലെങ്കിൽ സ്ട്രൈക്കോ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് പോവും. പിന്നെ നമ്മൾ അതിന് കൗണ്ടർ അടിച്ചാലും 10 മുതൽ 12 ദിവസം എടുക്കും പല വീഡിയോസും നമ്മളുടെ കയ്യിൽ എത്താൻ വേണ്ടിയിട്ട്. അത് അടുത്തൊരു സൈഡ് ഓഫ് സാധനമാണ്. പിന്നെ എനിക്കിപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വീഡിയോന് വലിയ റീച്ച് ഇല്ലെങ്കിലും ഞാൻ ആരെയാണോ റിയാക്ട് ചെയ്യുന്നത്, ഈ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തോട്ട് എൻ്റെ വീഡിയോ എത്തുന്നുണ്ട്. എങ്ങനെ എത്തുന്നതെന്ന് എനിക്കറിയില്ല. ഈവൻ റിസെൻ്റ്ലി ഞാൻ ചെയ്ത ശ്രീവിദ്യ മുല്ലശ്ശേരിയുടെ വീഡിയോ എന്നേക്കാൾ കൂടുതൽ 77K 1 ലക്ഷം കിട്ടി, 50K 35K കിട്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഇവരടുത്തൊന്നും വീഡിയോ എത്തിയിട്ടില്ല. ഇവരടുത്തൊന്നും ശ്രീവിദ്യ മുല്ലശ്ശേരിക്ക് കമൻറ്റ് എടുത്താനോ പറയാനോ ഇല്ല. ശ്രീവിദ്യ മുല്ലശ്ശേരിയുടെ കമൻറ്റ് വന്നിരിക്കുന്നത് എൻ്റെ വീഡിയോൻ്റെ താഴെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ നാട്ടുകാരെടുത്തോട്ട് മുഴുവൻ എൻ്റെ വീഡിയോൻ്റെ റീച്ച് എത്തുന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പോൾ ഇതുപോലെ റീച്ച് എത്തുന്ന സമയത്ത് ഡെഫിനറ്റ്ലി വെരി ഈസി ഫോർ ദം ടു എൻ്റെ ചാനലിന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഇടാൻ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ വീഡിയോ എന്ത് ചെയ്യും, റിമൂവ് ചെയ്തു പോകും. പിന്നെ ചില വിഷയങ്ങൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഈ ദയാസുജിത്തിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് എൻ്റെ വീഡിയോൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നു, സബ്സ്ക്രിപ്ഷനിൽ വളരെ ആക്റ്റീവായി നിൽക്കുന്ന ഒരാളുണ്ട്, ഞാൻ പറയാണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ ഫസ്റ്റ് വരുന്ന പേര്, ഇവരുടെ ടോപ്പിക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ എങ്ങനെയാണ് ഇവരുടെ ടോപ്പിക്ക് ചെയ്യാം? എന്തെങ്കിലും ഒരു ഫോട്ടോ അപ്പുറത്തോ സൈഡ് കൊടുക്കണ്ടേ, വീഡിയോ കൊടുക്കണ്ടേ? വീഡിയോ ഒന്നും എൻ്റെ കയ്യിലില്ല. എനിക്ക് ആ വീഡിയോ ഒന്നും എടുത്ത് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എൻ്റെ വീഡിയോ കാണുന്നതാണ്, എസ്പെഷ്യലി എൻ്റെ ഫാദർ. ഞാൻ ഏത് വീഡിയോ ഇട്ടാലും ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ ഇരുന്ന് കാണുന്ന ഒരാൾ എൻ്റെ അച്ഛനാണ്. മേ ബി എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പോലും അങ്ങനെ കാണില്ല. അപ്പോൾ ഞാൻ പല വീഡിയോകളിൽ അവരുടെ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് സംസാരിക്കുക? ഞാൻ അതുകൊണ്ട് സംസാരിക്കാതെ. ആൻഡ് ചില വിഷയങ്ങളിൽ നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല, ജനങ്ങൾക്ക് കണ്ടാലറിയാം. ഞാൻ സംസാരിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ചില വീഡിയോസ് നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. അതിൻ്റെ ഒരു റീസൺ ഇതുകൊണ്ട് മാത്രമാണ്. എല്ലാ കോണ്ടൻറ്റും എല്ലാ കോൺട്രവേഴ്സിയും നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. പിന്നെ ചില ആൾക്കാർ പറഞ്ഞു, നിങ്ങൾ ആദ്യം ഇങ്ങനെ പറഞ്ഞു, പിന്നെ നിങ്ങൾ അങ്ങനെ പറഞ്ഞു. ആ വീഡിയോയിൽ അങ്ങനെ പറയാൻ ഒരു കാരണം ഉണ്ടാവും, ഈ വീഡിയോയിൽ ഇങ്ങനെ പറയാൻ ഒരു കാരണം ഉണ്ടാവും. ഒരിക്കലും അങ്ങനെ പറയണം ഇങ്ങനെ പറയണം എന്ന് കരുതിയിട്ട് നമ്മൾ പറയുന്ന ഒരു സാധനം അല്ല അത്. ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ടോപ്പിക് വീഡിയോ നമ്മൾ എപ്പോഴും ചെയ്യുന്ന സമയത്ത് എൻ്റെ വീഡിയോൻ്റെ താഴെ സ്ഥിരമായി വരുന്ന ഒരു കമൻറ്റാണ്, നിൻ്റെയൊക്കെ കുടുംബത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും നിൻ്റെ കുടുംബത്തിലെ പ്രശ്നം എന്താണ്. എടോ, എൻ്റെ കുടുംബത്തിൽ പ്രശ്നമില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം കുടുംബമാകുമ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാവും, അത് യൂഷ്വലാണ്. പക്ഷേ ദൈവം സഹായിച്ച് ഇന്നീ നിമിഷം വരെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾ നല്ല സന്തോഷത്തോടു കൂടി അടിച്ച് പൊളിച്ച് പോവുക. ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് പോയിട്ട് ഒരു ബിരിയാണി കുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ എൻ്റെ കസിൻസിനെയൊക്കെ വിളിച്ച് നാളൊരു വീക്ക് ഓഫാണ്, അടിച്ച് പൊളിച്ചിരിക്കാമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ. അതവിടെ കിടക്കട്ടെ. അപ്പോൾ ഒരു വിഷയവുമില്ല, പ്രശ്നങ്ങളില്ലാത്ത കാര്യമില്ല. പക്ഷെ ഞാൻ ഒരിക്കലും എൻ്റെ കുടുംബ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് വിളമ്പാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളതാണ് പറഞ്ഞത്, അല്ലാണ്ട് ഇന്ന ആളുടെ കുടുംബത്തിൽ മാത്രമാണ് പ്രശ്നം, വേറൊരാളുടെ കുടുംബത്തിൽ മാത്രമാണ് പ്രശ്നം എന്നൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാ കുടുംബത്തിലും പ്രശ്നമുണ്ട്. പക്ഷേ വീഡിയോ ഇപ്പം ഈ റീസെൻ്റ്ലി ചെയ്ത ടോപ്പിക് ഒന്നും RJ വിൻസിക്ക് അടിച്ചു എന്ന് പറഞ്ഞിട്ട് അനിയത്തി വന്ന് പറയുക, നിങ്ങൾ കാണുന്ന പോലെയൊന്നുമല്ല, അവൾ കൈ പാട് കാണിക്കുന്നുണ്ട്, അവൾ ഇവിടെയും കാണിച്ചു തരുന്നുണ്ട്, അവൾ കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ആ രണ്ട് വ്യക്തികൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. അത്രയും അവൾ കാണിച്ചു തരുന്നുണ്ട്. അത്രയും കാണിച്ച് തന്നിട്ട് അവൾ കരഞ്ഞ് വീഡിയോ ഇടുകയാണ്. അവളെ ചേച്ചി അവൾ കടിച്ചതിന് അവളെന്തിനാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത്? ഇൻസ്റ്റഗ്രാമാണോ കോടതി? യൂട്യൂബാണോ കോടതി? അപ്പോൾ അവളുടെ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് പോയി പറഞ്ഞാൽ പോരെ? അപ്പോഴേക്കും എന്തിനാ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞ് ഞാനിപ്പോൾ എൻ്റെ ബ്രദറും തമ്മിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവല്ലേ പറയാം. ഇഷ്യൂ ഉണ്ടായാൽ ഞാൻ ഒരിക്കലും ക്യാമറ തുറന്ന് വെച്ച് എൻ്റെ ഏട്ടൻ ഉണ്ടല്ലോ എന്നെ ഇങ്ങനെ ചെയ്തു നല്ല പറയാം. ഞാനൊന്നെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് സോൾവ് ചെയ്യും. ആൻഡ് ഐ ഡോണ്ട് വോണ്ട് ടു ഷോ ദാറ്റ് ഇൻ പബ്ലിക്. അതെന്തിനാ പബ്ലിക്ക് കാണിക്കുന്നത്? ഒരു വീട്ടിലുണ്ടാകുന്ന പ്രശ്നം എന്തിനാ പബ്ലിക്കിൽ വന്ന് കാണിക്കുന്നത്? അപ്പോൾ നമ്മുടെ വീട്ടിലൊന്നും പ്രശ്നമില്ല എന്നല്ല പറഞ്ഞത്. നമ്മൾ ആരും നമ്മളുടെ കുടുംബകഥ കൊണ്ടുപോയിട്ട് സോഷ്യൽ മീഡിയയിൽ വിളമ്പാൻ പോകുന്നില്ല. കുടുംബകഥ സോഷ്യൽ മീഡിയയിൽ വിളമ്പി ഫോർച്യൂണർ വാങ്ങാനും പലതും വാങ്ങുന്ന പല ടീമുകളെയും നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുടുംബകഥകൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പബ്ലിക്കാക്കി പറയുന്നത് ഇവരാണ്. ഇവർക്ക് പബ്ലിക്കാക്കി പറയാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കടുത്ത് റിയാക്ട് ചെയ്യുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരോട് ചോദിക്കുന്ന ഒരു കാര്യം, നാണുണ്ടോ? ഞങ്ങൾക്ക് എന്തിനാ നാണം വേണ്ടേ? ഞങ്ങൾ ആരും ഒളിക്യാമറ ഒരു വീഡിയോൻ്റെ അടുത്ത് കൊണ്ടുപോയി പിക്ക് ചെയ്ത് വെച്ചിട്ട് അവിടുന്ന് സാധനങ്ങൾ ഒളിപ്പിച്ചെടുത്ത് ചെയ്യുന്നൊന്നുമല്ല. സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായി വരുന്ന സാധനങ്ങൾ പബ്ലിക്കലി എടുത്ത് സംസാരിക്കുകയാണ്. ഞങ്ങൾക്ക് എന്തിനാ നാണം? ഞങ്ങൾ തുണിയൊന്നും ഇല്ലാണ്ടല്ലേ വീഡിയോ ഇടുന്നത്. ഞങ്ങൾ തുണിയൊക്കെ ഇട്ടിട്ട് തന്നെയാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. പിന്നെ എന്തിനാണ് നമുക്ക് നാണം? എന്തിനാണ് നമ്മൾ നാണൊക്കെ ഇടുന്നത്? അല്ലെങ്കിൽ നമ്മൾ നാണിക്കേണ്ട ആവശ്യം എന്താണ്? നമ്മളെന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്? അല്ല, എൻ്റെ വീഡിയോൻ്റെ താഴെയൊക്കെ ഞാൻ കാണുന്ന കമൻസാണ്. നാണമുണ്ടോ? എന്തിനാണ് നാണിക്കുന്നത്? നമ്മൾ വേണ്ടാത്തൊന്നും ചെയ്യുന്നില്ലല്ലോ, ഡിസ്കസ് ചെയ്യുന്നൊരു സാധനമല്ലേ.
നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പകുതി വിഷയങ്ങളും പല മീഡിയയിലും ഓൺലൈനിലും അവിടെയും ഇവിടെയും ഒക്കെ വന്ന് സംസാരിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കാത്ത ഒരു സാധനം എന്താ അറിയോ, തെറ്റ് ചെയ്ത വ്യക്തികൾ മാത്രമേ റിയാക്ട് ചെയ്യൂ. തെറ്റ് ചെയ്യാത്ത വ്യക്തികളാണെങ്കിൽ അവരത് ഇതിലൊക്കെ ഇട്ട് ഇതിൽ വിടുക ചെയ്യുക. ഇപ്പോൾ ശ്രീദേവി മുല്ലശ്ശേരീൻ്റെ വീഡിയോ ഞാനിട്ട സമയത്ത് വളരെ പച്ചയ്ക്ക് എനിക്ക് പറയേണ്ട കാര്യങ്ങൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞു. അത് കേട്ട സമയത്ത് അവർക്ക് നന്നായി കൊണ്ടതുകൊണ്ടാണ് അവർ ആ എൻ്റെ വീഡിയോൻ്റെ താഴെ കയറി കമൻറ്റ് ഇട്ടത്. അങ്ങനെ കാണുന്ന ആൾക്കാരും എൻ്റെ വീഡിയോൻ്റെ താഴെ വന്ന കമൻസും ഒക്കെ പോസിറ്റീവ്സാണ്. അന്നേരം വേറെ എത്രയോ പേര് എന്തൊക്കെയോ പറഞ്ഞു. അവർക്ക് പ്രത്യേകിച്ച് ഒരു വിഷയവുമില്ല, ഒരു പരാതിയുമില്ല, ഒന്നുമില്ല. മിണ്ടാണ്ട് അയ്യോ ദൈവമേ കാളിയമ്മേ എന്ന് പറഞ്ഞിട്ട് മിണ്ടാണ്ട് ഇത് കേട്ടുന്നു. അതാണ് ഞാനിവിടെ പറയാൻ വന്നത്. ഈ അല്ലാത്തവർ ഇഗ്നോർ ചെയ്യും. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, പറയുന്നവരെന്തും പറയട്ടെ, ഞാനായിട്ട് തന്നെ ജീവിക്കും എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്നാൽ തെറ്റ് ചെയ്ത ആൾക്കാർ ഇവർ പറഞ്ഞ സത്യമാണല്ലോ, ഇവരിങ്ങനെ പറഞ്ഞാൽ അത് അങ്ങനെയാവല്ലോ ഇങ്ങനെയാവല്ലോ എന്ന് കരുതിയിട്ട് ആ സ്പേസ് എടുത്ത് മാറ്റുന്ന കാറ്റഗറി ഓഫ് ആൾക്കാരും ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, തെറ്റ് ചെയ്യാത്തവർ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. അവർ ഈ പ്രൈവസി വയലേഷനും കോപ്പി റൈറ്റും സ്ട്രൈക്കും വീഡിയോൻ്റെ താഴെ വന്ന് കമൻറ്റും അതാക്കും ഇതാക്കുന്നു ഉണ്ടയാക്കുന്നു പറയേണ്ട ആവശ്യമില്ല. മര്യാദയ്ക്ക് അങ്ങ് ജീവിച്ചാൽ. എന്നാൽ തെറ്റ് ചെയ്ത് വിഷയമായി എന്ന് തോന്നുന്ന ആൾക്കാർക്കാണ്. പിന്നെ ഞാൻ പേഴ്സണലി പ്രശ്നങ്ങൾ, ഒച്ചപ്പാട്, വഴക്കിനോട് ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്. ഞാൻ എൻ്റെ വീഡിയോ, എൻ്റെ കണ്ടൻറ്, എൻ്റെ അപ്ലോഡ്, എൻ്റെ ലോകം, ദാറ്റ്സ് ഇറ്റ്. അതിൽ കൂടുതൽ അങ്ങനെ കളിക്കുന്ന ഒരു കാറ്റഗറി ഓഫ് ആളേ അല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പല വീഡിയോകളും ഞാൻ എൻ്റെ റെസ്പെക്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. അല്ലെ വളരെ പച്ചയ്ക്ക് പല വിഷയങ്ങളും എടുത്ത് വലിച്ചു കയറി നല്ല അടിപൊളിയായിട്ട് സംസാരിക്കാൻ അറിയായിട്ടല്ല. വേണ്ട, നമുക്ക് റെസ്പെക്റ്റ് ഉണ്ടല്ലോ. നമ്മളുടെ റെസ്പെക്റ്റ് എപ്പോഴും സോഷ്യൽ മീഡിയയിലാണെങ്കിലും കാണിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇത്രയും കാലത്ത് എൻ്റെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ വിശ്വസിക്കുന്ന കൈൻഡ് ഓഫ് സബ്സ്ക്രൈബർ അല്ലെങ്കിൽ ഇവരെ ആരാധിക്കുന്ന നിങ്ങൾ കാണിക്കുന്ന ഒരു കമ്മിറ്റ്മെൻറ്റോ തേങ്ങാണ്ടിയോ ഇവർക്ക് നിങ്ങളോടില്ല. ഇവർക്ക് റീച്ച് അതിനുള്ളൊരു പേഴ്സൺ ആ സെൻസ് മാത്രമേ ഉള്ളൂ. ആ ലെവലിൽ മാത്രം കണ്ടാൽ മതി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പക്കാ പ്രൊമോഷൻസാണ്, പെയ്ഡ് പ്രൊമോഷൻസ്. അതുകൊണ്ട് തന്നെ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ഈ വീഡിയോസ് ഇടുന്നത് ഒരിക്കലും ഒരു സോഷ്യൽ കോസിന് വേണ്ടിയിട്ടാണ്, ജനങ്ങളുടെ അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. പല വിഷയങ്ങളെക്കുറിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോഴാണ് പല വ്യക്തികൾക്കും അവയർനെസ് കിട്ടുന്നത്. ആൻഡ് ഇറ്റ്സ് എ സോഷ്യൽ കോസ്. ഒരു വിഷയത്തെക്കുറിച്ചിട്ട് ഒരു 100 റിയാക്ഷൻ വീഡിയോക്കാരൻ 100 വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ സോഷ്യൽ മീഡിയയിൽ ഒരു ഡിസ്കഷൻ ആവും, ചർച്ചയാവും, വേണ്ട നീതി വേണ്ടടുത്ത് പലർക്കും കിട്ടും. സോ ഇതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഞാൻ കുറേയായി എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിനടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയണമെന്ന് കരുതുന്നു. പറയാനുള്ളൊരു സാഹചര്യവും സിറ്റുവേഷനും എനിക്ക് ഇന്നേ വരെ കിട്ടിയില്ല. ഇന്ന് പ്രത്യേകിച്ച് ഒരു വീഡിയോയും ചെയ്യാനില്ലാണ്ട് ഞാൻ ഫ്രീ ആയി റിലാക്സ് ആയിരുന്ന സമയത്ത് ഇതൊക്കെ പറയണമെന്ന് കരുതി. ഇപ്പോൾ ഇത്രയേ എനിക്ക് ഓർമ്മ വരുന്നുള്ളൂ. ഇനി എന്തെങ്കിലും എനിക്ക് ഓർമ്മ കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ നിങ്ങളോട് പറയുന്നത്. ഓക്കെ ഗൈസ്, ബൈ. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ആമിയ അൺഫിൽറ്റേർഡ്.